നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. ആഫ്രിക്കൻ ഗെയിം ഹണ്ടിങ്ങിനെ പറ്റിയും അവിടുത്തെ കഥകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ബിഗ് 5 ഗെയിം ഹണ്ടിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് ഇന്നും ലീഗൽ തന്നെയാണ്. അധികാരികളുടെ അനുവാദത്തോടെ ഇന്നും നമുക്ക് വേട്ടയാടുവാൻ വേണ്ടി ആഫ്രിക്കയിലെ വനങ്ങളിലേക്ക് പോകാം. അവർ പറയുന്ന മൃഗങ്ങളെ നമുക്ക് വേട്ടയാടുവാനും സാധിക്കും. അതിൽ സിംഹങ്ങളും ആനകളും പുലികളും എന്നു വേണ്ട ഏത് മൃഗത്തെയും നിങ്ങൾക്ക് വേട്ടയാടുവാൻ സാധിക്കും. ആഫ്രിക്കയിലെ ഹണ്ടിംഗ് ഗെയിമിൽ ബിഗ് 5 ഉൾപ്പെടുന്ന മൃഗങ്ങൾ ഇവയാണ്: ആന, ഖെയ്പോത്ത്, കാണ്ടാമൃഗം, സിംഹം, പുലി. ഇത്രയും മൃഗങ്ങളെ അതിസാഹസികമായി വേട്ടയാടി ട്രോഫി സ്വന്തമാക്കുന്നതിനെയാണ് ബിഗ് 5 ഹണ്ടിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ആഫ്രിക്കൻ വേട്ടക്കാരൻ്റെയും സ്വപ്നവും ഇത് തന്നെയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആഫ്രിക്കൻ വനങ്ങളിലേക്ക് സിംഹങ്ങളെ വേട്ടയാടുവാൻ പോയ 3 പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കഥയാണ്. അവരെ ഭയപ്പെടുത്തിയ കഥകളും അവരുടെ അതിസാഹസികത നിറഞ്ഞ വേട്ടയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആഫ്രിക്കയിലെ വിശാലമായി കിടക്കുന്ന സമതലങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ ഫെൻസിനുള്ളിൽ ഒരു ചെറിയ കൂര കാണാം. സമയം രാത്രിയായപ്പോഴേക്കും ആ കൂരയിൽ നിന്നും ഒരു ഗൺഫയറിന്റെ ശബ്ദം ഉയർന്നു വന്നു. അവിടെ നിന്നും കുറച്ചു മാറി ക്യാമ്പ് ചെയ്യുന്നവർ മുഴുവൻ ആ ശബ്ദം കേട്ടിരുന്നു. ആഫ്രിക്കയിലെ വന്യമൃഗങ്ങൾ രാത്രികാലങ്ങളിൽ ക്യാമ്പുകളിലും മറ്റും കയറി വരുന്നത് പതിവാണ്. അങ്ങനെ അവിടേക്ക് കടന്നു വന്ന ഏതെങ്കിലും വന്യമൃഗത്തെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടി വെടിതുറുത്തതായിരിക്കുമെന്നാണ് ആദ്യം ആളുകൾ കരുതിയത്. അത് നേരം പുലർന്ന് അവിടം വരെ എത്തുന്നത് വരേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചിന്തകൾ. അവിടേക്ക് ചെന്നപ്പോൾ കാണുവാൻ സാധിച്ചത് ആ കൂരയ്ക്കുള്ളിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരമാണ്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ആഫ്രിക്കൻ വേട്ടക്കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഓസ്ട്രേലിയയിൽ നിന്നും 3 പേർ ഫ്രാൻസിസിനെ കാണുവാൻ വേണ്ടി ആഫ്രിക്കയിലെത്തി. സ്മിത്ത്, ജോർജ്, ഫിലിപ്സ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുവാനും അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ സിംഹവേട്ട എന്നത് സാധ്യമാക്കുവാനും വേണ്ടിയാണ് അവർ ആഫ്രിക്കയിലേക്ക് എത്തിയത്. ഇതിനു മുന്നേ അവർ വേട്ടയാടുവാൻ പോയിട്ടുണ്ടെങ്കിലും സിംഹത്തെ വേട്ടയാടുന്നത് ആദ്യമാണ്. ഫ്രാൻസിസ് ഒരു ഗൈഡ് മാത്രമായിരുന്നില്ല, അയാൾ ഒരു ഗെയിം ഹണ്ടർ കൂടിയായിരുന്നു. ഗെയിം ഹണ്ടർ ഗൈഡ് കൂടിയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഫ്രാൻസിസ് ആഫ്രിക്കയിൽ എത്തുമ്പോൾ അയാൾ നല്ലൊരു വേട്ടക്കാരനായിരുന്നു. പിന്നീട് പതിയെ പതിയെ അയാൾ അവിടുത്തെ ഒരു ഗൈഡായി മാറുകയായിരുന്നു. ഇവിടേക്ക് ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി വരുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നല്ലൊരു വേട്ടമൃഗത്തെ കാട്ടിക്കൊടുക്കുകയും വേട്ടയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുകയും എന്നത് മാത്രമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലം എന്ന നിലയിൽ നല്ലൊരു തുക അയാൾ കൈപ്പറ്റും. മൃഗത്തിന്റെ വലിപ്പം, അതേത് മൃഗമാണ് എന്നതൊക്കെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം തീരുമാനിക്കുന്നത്. ബിഗ് 5 എന്ന ലക്ഷ്യവുമായി ആഫ്രിക്കയിൽ എത്തുന്നവരെ അയാൾ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ആഫ്രിക്കയിലെ വനപ്രദേശങ്ങളിലൂടെയും അവിടുത്തെ മൃഗങ്ങളെയെല്ലാം കാണിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിയ ആ 3 പേരെയും കൊണ്ടുപോയി അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മൃഗങ്ങളെയും കാണിക്കുകയും പ്രകൃതി ഭംഗിയിൽ ഇഴുകിച്ചേർക്കുവാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് മാത്രമായിരുന്നില്ല അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. അയാളുടെ 2-3 സഹായികളും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ആ വലിയ സമതല ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. പിറ്റേന്ന് പ്രഭാത കർമ്മങ്ങളും ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ക്യാമ്പും മറ്റും എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുകയും അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ആഫ്രിക്ക മുഴുവൻ സഞ്ചരിക്കുന്നതും വേട്ടയാടുന്നതും. സ്ഥിരമായി ഒരു സ്ഥലത്ത് തങ്ങാത്തതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ എല്ലാ പ്രദേശങ്ങളും ഫ്രാൻസിസിനെ സുപരിചിതമാണ്. എവിടെയൊക്കെ ഏതൊക്കെ മൃഗങ്ങൾ കാണുമെന്നും എവിടെയൊക്കെ ഏതൊക്കെ മൃഗങ്ങൾ പോകുമെന്നും അയാൾക്ക് നല്ല തിട്ടമാണ്. അതിപ്പോൾ ഏത് സീസൺ ആയാലും. അങ്ങനെ 2ാമത്തെ ദിവസം അവർ ആഫ്രിക്കയിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വനത്തിൽ വെച്ച് ജോർജ് ഒരു കാഴ്ച കാണുവാൻ ഇടയായി. ആ കാഴ്ച അവൻ മറ്റുള്ളവരെയും വിളിച്ചു കാണിച്ചു. തുറന്ന ജീപ്പിലാണ് അവർ വനത്തിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് അയാളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. പെട്ടെന്ന് ജീപ്പ് നിർത്തിക്കുകയും അത് അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ആഫ്രിക്കയിലെ വിശാലമായി കിടക്കുന്ന സമതലങ്ങളിൽ കുറ്റിക്കാടുകളും പുല്ലുകളും നിറഞ്ഞു നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്കായി നല്ല അകലം പാലിച്ചുകൊണ്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു മരം ഒരു വലിയ ആന കുത്തി ചരിച്ചിടാൻ നോക്കുന്നതിൻ്റെ കാഴ്ചകളായിരുന്നു അയാൾ കണ്ടത്. അയാൾ വണ്ടി നിർത്തുകയും അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. വളരെ നേരമായി കാണും ആന ആ മരം തെള്ളിയിടുവാൻ പരിശ്രമം തുടങ്ങിയിട്ട് അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി മരത്തിൻ്റെ തടിയിലേക്ക് വെച്ച് കൊമ്പുകൾക്കിടയിൽ ആ തടി വെച്ച്
തെള്ളുകയാണ്. മരം നന്നായി ആടുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ആന വിജയിച്ചു. ആ വലിയ പടുകൂറ്റം മരം നിലം പതിച്ചു. നിലം പതിച്ചപ്പോൾ മാത്രമാണ് ആ കാഴ്ച അവരത്രയും പേര് കണ്ടത്. ആ മരത്തിന്റെ മുകളിൽ ഒരു പുലി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പുലി ആനയോ അല്ലെങ്കിൽ ആനക്കൂട്ടത്തെയോ ആക്രമിച്ചിരിക്കാം. അതിന്റെ പ്രതികാര നടപടി എന്ന പോലെ ആയിരിക്കണം ആ മരം ആ കൊമ്പൻ തെള്ളിമറിച്ചിട്ടത്. മരം വീണതും പുലിയും താഴേക്ക് വീണു. വീണ കൂട്ടത്തിൽ അവൻ ഓടുവാനും തുടങ്ങി. അങ്ങനെ ഓടുന്ന പുലിയുടെ പുറകെ ചെവികൾ വിരിച്ചുകൊണ്ട് വാലുകൾ ഉയർത്തി അലറിക്കൊണ്ടോടുന്ന ആനയാണ് പിന്നീട് അവർ കണ്ടത്. അത് ഓടി വന്നുകൊണ്ടിരിക്കുന്നതോ തങ്ങളുടെ ജീപ്പിന് നേരെയും. പിന്നെ സമയം കളഞ്ഞില്ല. അവരുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുകയാണ് ചെയ്തത്. പൊടിപടലങ്ങൾക്കിടയിലും ആനയുടെ രൂപം വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ആനയ്ക്ക് ആ പുലിയെ കീഴടക്കാൻ സാധിച്ചില്ല. അവൻ മറ്റെവിടേക്കോ ഓടി മറഞ്ഞു. അല്പദൂരം ആ പുലിയെ പിന്തുടർന്ന് അവൻ്റെ ഓട്ടം അവസാനിപ്പിച്ചു. പിന്നീട് അവൻ്റെ വഴികളിലേക്ക് തിരികെ മടങ്ങിക്കാണണം. സ്മിത്ത് ജീപ്പിൻ്റെ ഫ്രണ്ടിലിടിച്ചു. ശരിക്കും നമ്മളത് മിസ് ചെയ്തു. നല്ലൊരു ചാൻസ് ആയിരുന്നു. റൈഫിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആനയെ നമുക്ക് വെടിവെച്ചിടാമായിരുന്നു. നല്ലൊരു ട്രോഫിയും സ്വന്തമാക്കാമായിരുന്നു, ജോർജ് പറഞ്ഞു. നമ്മൾ അതിന് വന്നിരിക്കുന്നത് ആനയെ വെടിവെച്ചിടാൻ വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം സിംഹങ്ങളാണ്. നല്ലൊരു ആൺസിംഹത്തെ നോക്കി വെടിവെച്ചിടണം. അവൻ്റെ തല കൊണ്ടുപോകണം. അതാണ് എൻ്റെ ലക്ഷ്യം, ഫിലിപ്സ് പറഞ്ഞു. ഞാൻ പറയുന്നത് അതല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സിംഹത്തെ വെടിവെക്കുവാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നാണ്. ഇത്രയും വിശാലമായി കിടക്കുന്ന പുൽപ്പരപ്പുകൾക്കിടയിൽ ആ സിംഹങ്ങളെ എങ്ങനെ വേട്ടയാടുവാനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വർണ്ണ നിറത്തോടു കൂടിയ ഈ പുല്ലുകൾക്കിടയിൽ അവ മറഞ്ഞു കഴിഞ്ഞാൽ അവയെ കണ്ടെത്തുക എന്നത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഫ്രാൻസിസ് ഉള്ളത് മാത്രമാണ് ഞങ്ങളുടെ ധൈര്യം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഫ്രാൻസിസ് ഒന്ന് മന്ദഹസിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ജീപ്പിന്റെ വേഗത കൂട്ടി വളരെ വേഗം തന്നെ ക്യാമ്പിലേക്ക് വന്നു. അപ്പോഴേക്കും വൈകുന്നേരമായി കഴിഞ്ഞു. ഫ്രാൻസിസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ക്യാമ്പ് അപ്പോഴേക്കും സെറ്റ് ചെയ്തു. ക്യാമ്പിന്റെ നടുവിൽ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള വിറകുകളും അടുക്കി വെച്ചു. സമയം 6 മണിയായപ്പോഴേക്കും ക്യാമ്പിൽ കൂട്ടിയിട്ട വിറകുകൾക്ക് തീ കൊടുത്തു. കത്തുന്ന വിറകുകൾക്ക് ചുറ്റും അവർ ഓരോരുത്തരും ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് സ്മിത്ത് ഒരു കാര്യം ഫ്രാൻസിസിനോട് ചോദിച്ചത്. നമ്മൾ വരുന്ന വഴിയിൽ, കൃത്യമായി പറഞ്ഞാൽ 3-4 മൈലുകൾക്ക് മുന്നേയായി, തകർന്നു കിടക്കുന്ന ഫെൻസും അതിനുള്ളിൽ പൊളിഞ്ഞു വീഴാറായ ഒരു വീടും കണ്ടില്ലേ? അതാരുടെ വീടാണ്? അതെന്താണിപ്പോൾ അങ്ങനെ നിൽക്കുന്നത്? ഫ്രാൻസിസ് ഒന്നും മിണ്ടിയില്ല. അയാൾ മൗനം തുടർന്നു. ജോർജ് പറഞ്ഞു, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അപ്പോൾ അത് ചോദിക്കണമെന്ന് കരുതിയതാണ്. എന്താണ് ഫ്രാൻസിസ്, അതെന്താണ് അങ്ങനെ? ഫ്രാൻസിസ് ഒന്ന് എഴുന്നേൽക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തു. ഫ്രാൻസിസിന്റെ കൂടെ ഉണ്ടായിരുന്ന തദ്ദേശികളായ സഹായികൾ അവർ തമ്മിലുള്ള സംസാരം വളരെ വേഗം നിർത്തി. അവരുടെ മുഖത്തെ ഭാവവ്യത്യാസം ജോർജ് ശ്രദ്ധിച്ചിരുന്നു. അവരോടും ചോദിച്ചു, നിങ്ങൾ എന്താണ് പെട്ടെന്ന് സംസാരം നിർത്തിയത്? എന്താണ് നിങ്ങളുടെ മുഖഭാവം മാറുന്നത്? അവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും ജോർജിന് മനസ്സിലായില്ല. ഫ്രാൻസിസ് ജോർജിനെ നോക്കി പറഞ്ഞു, അവരോട് കൂടുതലൊന്നും ഇനിയും ചോദിക്കണ്ട. അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. എന്നാലും അതിനെപ്പറ്റി അറിയാനുള്ള കൗതുകം ജോർജിനും സ്മിത്തിനും അതുപോലെ ഫിലിപ്സിനും ഉണ്ടായിരുന്നു. അവർ വീണ്ടും വീണ്ടും ഫ്രാൻസിസിനോട് അത് ചോദിച്ചുകൊണ്ടേയിരുന്നു. സഹി കെട്ടതുകൊണ്ടായിരിക്കാം ഫ്രാൻസിസ് അതിനുത്തരം പറഞ്ഞത്. നിങ്ങൾ ആ വീടിനെ പറ്റി ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നവരുടെ മുഖം മാറിയത് നിങ്ങൾ കണ്ടില്ലേ? അവരുടെ മുഖത്തേക്ക് ഭയം വന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന്. ഫിലിപ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല, ഒന്നിനെയും ഭയവുമില്ല. നിങ്ങൾക്ക് ധൈര്യമായി അത് ഞങ്ങളോട് പറയാം. ഫ്രാൻസിസിന്റെ മുഖം വളരെ വേഗം മാറി. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ആ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അത് ഇപ്പോഴൊന്നും നടന്നതല്ല. വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. സംഭവങ്ങൾ നടന്നിട്ട് അത്രയും വർഷമായെങ്കിലും ഇന്നും ഇവിടുത്തെ ആളുകൾക്കും എനിക്കും ആ പ്രദേശത്തു കൂടി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയമാണ്. കഴിവതും അതുവഴി ഒറ്റയ്ക്ക് പോകുവാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. രാത്രിയിൽ അവിടേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുക പോലുമില്ല. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ അവിടെ നിന്നും പല അലർച്ചകളും ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. അതൊരു പ്രേതബാധ കൂടിയ സ്ഥലമാണ്. ഇതിനു മുന്നേ അവിടെ താമസിച്ചവർക്കെല്ലാം ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. പലരുടെയും ജീവൻ വരെ പോയിട്ടുണ്ട്.
വർഷങ്ങൾക്ക് മുന്നേ ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി ഗ്രേസ്, മാത്യു ഫെയ്ഡ് എന്ന ഈ 2 പേർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർക്കന്ന് ഗൈഡായി പോയത് വിൽസൺ എന്ന ഒരാളാണ്. ഏകദേശം 2 മാസക്കാലം അവർ ഇരുവരും ഇവിടെ ഉണ്ടായിരുന്നു. മാത്യുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ട് ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി വന്നതല്ല. ഗ്രേസിന്റെ ഒറ്റ നിർബന്ധത്തിൽ അയാൾ ഇവിടേക്ക് വന്നതാണ്. അയാളൊരു പേടിത്തൊണ്ടനാണ്. അയാളുമായി ഇവിടുത്തെ പലരും സംസാരിച്ചിട്ടുണ്ട്. അവർ വഴി ഞാൻ അറിഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഗ്രേസ് അങ്ങനെ ആയിരുന്നില്ല. ധൈര്യശാലിയായിരുന്നു. അവൾക്ക് സിംഹവേട്ട നടത്തുവാൻ വേണ്ടിയാണ് അവർ ഇരുവരും ആഫ്രിക്കയിലേക്ക് എത്തിയത്. വരുന്നതിന് മുന്നേ തന്നെ മാത്യു ഗ്രേസിനെ വിലക്കിയിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കുവാൻ അവൾ തയ്യാറായില്ല. അവളുടെ ആഗ്രഹം മാത്യുവിനോട് പറഞ്ഞു. മാത്യു അതനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നതും ഇവിടുത്തെ അന്നത്തെ ഏറ്റവും നല്ല ഗെയിം ഹണ്ടർ ഗൈഡായ വിൽസണിനെ അവർ കാണുന്നതും കാര്യം അവതരിപ്പിക്കുന്നതും. അന്ന് തൊട്ട് അവർക്കൊപ്പം വിൽസണും ഉണ്ടായിരുന്നു. മാത്യുവിൻ്റെ ഭയമായിരിക്കാം അയാൾക്ക് വില്ലനായി മാറിയത്. ഗ്രേസും വിൽസണും പതുക്കെ പതുക്കെ അടുക്കുകയായിരുന്നു. മാത്യുവിനെ കൂട്ടാതെ അവർ ഇരുവരും വനത്തിലേക്ക് സിംഹവേട്ടയ്ക്കെന്ന പേരിൽ പലപ്പോഴും പോയിട്ടുണ്ട്. പലതവണയായി മാത്യു അത് എതിർക്കുകയും സംസാരം വഷളാകുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അയാൾക്കൊരു വില നൽകുവാൻ ഗ്രേസ് തയ്യാറായില്ല. കാരണം അപ്പോഴും ഗ്രേസിൻ്റെ മനസ്സിൽ വിൽസൺ ആയിരിക്കണം. ഫ്രാൻസിസ് പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വിശദമായി അറിയില്ല. എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി കൂടുതൽ പറയുന്നത് ശരിയുമല്ല. അന്ന് വിൽസന്റെ സന്തത സഹചാരിയായ ഇവിടുത്തെ തന്നെ തദ്ദേശികനായ ഒരുവൻ വഴിയാണ് ഈ വിവരം മുഴുവൻ ഞാൻ അറിയുവാൻ ഇടയായത്. അതും ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതുപോലെയുള്ള പല ചോദ്യങ്ങളും എനിക്ക് മുന്നിൽ ഉയർന്നപ്പോൾ. എന്നാൽ അയാൾ പറഞ്ഞ കഥകൾ അത്രയും എന്നെ പേടിപ്പിക്കുവാൻ പോകുന്നതായിരുന്നു. പിന്നെ പതിയെ പതിയെ ഗ്രേസിൻ്റെയും മാത്യുവിൻ്റെയും ജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയും എന്നും വഴക്കും ബഹളവും അവിടുന്ന് ഉയർന്നു കേൾക്കുവാനും തുടങ്ങി. 1 മാസത്തെ സന്ദർശനത്തിന് വേണ്ടിയായിരുന്നു ആദ്യം അവർ അവിടേക്ക് എത്തിയത്. ഗ്രേസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് വീണ്ടും 1 മാസം കൂടി അവർ നിൽക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള ഒരു ദിവസം ഗ്രേസും മാത്യുവും തമ്മിൽ വലിയ വഴക്കുണ്ടായി എന്നാണ് അവിടെ നിന്നും കുറച്ചു മാറി ക്യാമ്പ് ചെയ്തവർ പറഞ്ഞത്. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്നും വലിയൊരു വെടിശബ്ദം കേട്ടു. അവിടെ ക്യാമ്പ് ചെയ്തവരും കേട്ടിരുന്നു. എന്നാൽ അവർ കരുതിയത് ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന് വെടിവെച്ചതായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ നേരം പുലർന്ന് ക്യാമ്പിൽ നിന്നും 1-2 പേർ അവിടേക്ക് പോയപ്പോഴാണ് സംഭവം അവർ കണ്ടത്. വീടിന് പുറത്ത് ഒരാൾ കമന്നു കിടക്കുന്നു. രക്തം അവിടെയെല്ലാം ഒലിച്ചിറങ്ങിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് അവർ ഉള്ളിലേക്ക് ചെന്നു പരിശോധിച്ചു. അതെ, മാത്യു ഫീൽഡാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. വെടിയുണ്ട തറച്ചു കീറിയിരിക്കുന്നത് അയാളുടെ തലയിലും. എന്താണ് അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അന്ന് തൊട്ട് ഗ്രേസിനെയും ആരും അവിടെ കണ്ടില്ല, കൂടെ വിൽസണിനെയും. അവർ ഇരുവരും നാട് വിട്ടു എന്നാണ് പിന്നീട് അറിയുവാൻ സാധിച്ചത്. ആർക്കും അവരെ കണ്ടെത്താനോ ട്രേസ് ചെയ്യുവാനോ കഴിഞ്ഞില്ല. അവരിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ മാത്യുവിൻ്റെ പ്രേതം അവരെ കൊന്നിരിക്കാം. മാത്യുവിൻ്റെ മരണത്തിന് ശേഷം 2-3 പേർ അവിടെ താമസിച്ചിരുന്നു. എന്നാൽ അവർക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും വർണ്ണിക്കുവാനോ പറയുവാനോ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഒരിക്കൽ മാത്യുവും ഗ്രേസും കൂടി വിൽസണൊപ്പം ഒരു സിംഹവേട്ടയ്ക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഒരു ആൺസിംഹത്തെ ഗ്രേസ് വെടിവെച്ചു. എന്നാൽ വെടിയുണ്ട വന്ന് തറച്ചു കയറിയത് ആ സിംഹത്തിൻ്റെ കാലിലായിരുന്നു. വെടിയുണ്ട സിംഹം ഉച്ചത്തിൽ അലറുകയും വലിയ ആ പുല്ലുകൾക്കിടയിലേക്ക് ഓടി മറയുകയും ചെയ്തു. വിൽസൺ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ പോകണം, അതിനെ വേട്ടയാടണമെന്നല്ല. എന്നാൽ മാത്യു ഫീൽഡ് അതിനെ എതിർത്തു നിന്നു. ഗ്രേസിനെയും തടഞ്ഞു. കാരണം അയാൾ ഒരു പേടിത്തൊണ്ടനാണല്ലോ. തൻ്റെ ഭാര്യയോടുള്ള അമിതമായ സ്നേഹം കാരണമായിരിക്കാം അന്ന് അയാൾ അത് ചെയ്തത്. എന്നാൽ വെടിയുണ്ട് തറച്ചു കയറി വേദനയാൽ ആ വനത്തിനുള്ളിലേക്ക് പോയി മറഞ്ഞ ആ സിംഹം പിന്നീട് ഒരു നരഭോജിയായ സിംഹമായി മാറുകയായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലും സെറ്റിൽമെൻറ്റുകളിലും എല്ലാം രാത്രികാലങ്ങളിൽ അവൻ ചെല്ലുകയും മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്തു. 2-3 പേരുടെ ജീവൻ അവനെടുത്തു. എന്നാലും കൂടുതലും സംഭവിച്ചത് മാത്യുവിൻ്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ വന്ന് താമസിക്കുവാൻ തുടങ്ങിയവരെയാണ്. രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഒരാളെ ആ സിംഹം പിടികൂടി വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. പിന്നെ ഒരിക്കൽ അവിടെ താമസിച്ചിരുന്ന സമയത്ത് ആ കൂരയുടെ വാതിൽ തകർത്തുകൊണ്ട് ആ വലിയ സിംഹം ഉള്ളിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന
50-55 വയസ്സ് പ്രായമുള്ള ഒരു സഞ്ചാരിയെ അതിക്രൂരമായി അതിനുള്ളിൽ വെച്ച് തന്നെ കടിച്ചു കൊന്നു അവൻ്റെ ആഹാരമാക്കി തീർത്തു. പിന്നീട് രാത്രികാലങ്ങളിൽ അതുവഴി പോകുമ്പോൾ വലിയ നിലവിളികളും പറയാൻ കഴിയാത്തത്രയ്ക്ക് വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുന്നതായി പലരും പറയുകയുമുണ്ടായി. അയാളുടെ മരണത്തിന് ശേഷം അവിടെ താമസിച്ചവരും ഇങ്ങനെയൊക്കെ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായെന്നും പറഞ്ഞു. അതിനപ്പുറം പിന്നീട് ആരും അവിടേക്ക് പോകുവാനോ താമസിക്കുവാനോ തുനിഞ്ഞില്ല. സിംഹത്തിൻ്റെ ശല്യം വല്ലാതെ കൂടിയതോടെ അവിടുത്തെ ഗവൺമെൻറ് അതിനെ കൊന്നുകളയുവാൻ വേണ്ടി ഒരു സംഘം വേട്ടക്കാരെ ഏർപ്പാടാക്കി. അവർ ആ വലിയ സമതലങ്ങൾ മുഴുവൻ ആ സിംഹത്തിന് വേണ്ടി തിരഞ്ഞു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ അവനെ അടുത്തിടെ കണ്ട പ്രദേശങ്ങളിലുമെല്ലാം ആ സിംഹത്തെ തിരക്കി അവർ സഞ്ചരിച്ചു. അങ്ങനെ ഒടുവിൽ അവർ അതിനെ കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കിയായിരിക്കണം അവൻ വലിയ പുല്ലുകൾക്കിടയിൽ നിന്നും ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ആ വേട്ടക്കാരുടെ മുന്നിലേക്ക് ചാടി വീണത്. അവൻ കരുതി കാണണം നിരായുധരായി നിൽക്കുന്ന ഗ്രാമീണരായിരിക്കും അവിടെ നിൽക്കുന്നതെന്ന്. അവൻ്റെ ഉഗ്രമായ ഗർജനത്തിൽ ബാക്കിയുള്ളവർ ഓടുമെന്നും അതിൽ ഒരാളെ പിടിച്ചുകൊണ്ട് അവൻ്റെ ആഹാരമാക്കാമെന്നും അവൻ കരുതി കാണണം. അവൻ മുന്നിലേക്ക് ഗർജിച്ചുകൊണ്ട് ചാടി വരികയും അവൻ്റെ ഗർജനം കേട്ട ഭാഗത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വേട്ടക്കാർ വെടിയുതിർക്കുകയുമാണ് ചെയ്തത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് പുല്ലുകളെ ഛേദിച്ചുകൊണ്ട് തിരകൾ പാഞ്ഞു. സിംഹത്തിന്റെ എവിടെയെല്ലാമാണ് വന്ന് തറച്ചതെന്ന് പോലും ആ വേട്ടക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കാരണം അവൻ പുല്ലുകൾക്കിടയിൽ നിന്നും മുന്നിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ശരീരമാകെ തിരകൾ തറച്ചു കയറിയിരുന്നു. തിരകൾ പോകുന്ന വഴിയിലെ പുല്ലുകൾ അറുത്തുമാറ്റിക്കൊണ്ടാണ് ആ തിരകൾ മുന്നിലേക്ക് കുതിച്ചത്. തിര തറച്ചു കയറി ആ സിംഹം ഉച്ചത്തിൽ ഗർജിക്കുകയും പുല്ലുകൾക്കിടയിൽ കിടന്ന് വേദനയാൽ പുളയുകയും ചെയ്തു. പിന്നീട് ആ പുളച്ചിലും ആ ഗർജനവും അവസാനിപ്പിച്ചു. അവൻ്റെ മുരളിച്ച ഞരക്കമായി മാറുകയും പിന്നീട് അത് പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്തു. അവിടേക്ക് ആ സമയം പോയ വേട്ടക്കാർക്ക് നല്ല ഉറപ്പായിരുന്നു ആ സിംഹം അവർക്ക് മുന്നിലേക്ക് ചാടി വരുമെന്ന്. കാരണം ഇതിനു മുന്നേയും അതുവഴി നടന്നുപോയ ഗ്രാമീണർക്ക് നേരെ ഇതുപോലൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് ആ സിംഹത്തിൻ്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് സേഫ്റ്റി ക്യാപ്പുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് അവർ തോക്കുമെടുത്തുകൊണ്ട് അതുവഴി സഞ്ചരിച്ചത്. അവിടുത്തെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് ആ സിംഹത്തിൻ്റെ ദേഹത്ത് മാത്യുവിൻ്റെ ബാധ കൂടിയെന്ന് തന്നെയാണ്. അയാളുടെ പ്രതികാരമാണ്, അല്ലെങ്കിൽ അയാൾ ഗ്രേസിനെയും വിൽസണിനെയും ഇന്നും അന്വേഷിക്കുകയാണെന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്നും ഈ രാത്രിയിലും അതുവഴി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും അവിടെയുള്ള ആ ദുഷ്ടശക്തിയുടെ സാന്നിധ്യം. അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ടുപോകുക ആ കൂരയിലേക്കായിരിക്കാം. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇങ്ങനെ നിരന്തരം നമുക്ക് ക്യാമ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും വരില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. 6-7 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ പ്രദേശം ഇവിടുത്തെ ആളുകൾ താമസയോഗ്യമല്ല എന്നും ദുരാത്മാക്കൾ നിറഞ്ഞ പ്രദേശമാണെന്നും അവിടെ താമസിക്കരുതെന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്തുണ്ടായാലും ഇവരാരും സഹായത്തിനോ ഒന്നിനും എത്തില്ല. ജോർജ് പരമപുച്ഛത്തോടെ ഫ്രാൻസിനോട് ചോദിച്ചു, ഈ ചെറിയ നിസാരമായ സംഭവത്തിനാണോ നിങ്ങൾ ഇത്രയും ഭയക്കുന്നത്? ഫ്രാൻസിസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന പിശാചിനെ അവിടെ? എന്താ പേര് പറഞ്ഞേ? ആ മാത്യുവിനെ? ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടുത്തെ തദ്ദേശികർ കണ്ടു എന്നാണ് പറയുന്നത്. അവർക്ക് കള്ളം പറയേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിലിപ്സ് ഉയർന്ന സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ വന്ന കാര്യം നമുക്ക് നോക്കാം. ഇനിയും എന്താണ് നമ്മുടെ പദ്ധതികൾ? നമ്മൾ എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നത്? എവിടേക്കാണ് നാളെ മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത്? ഫ്രാൻസിസ് മറുപടി നൽകി, നമ്മൾ നാളെ തൊട്ട് നമ്മുടെ ഗെയിം ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് സിംഹവേട്ടയ്ക്ക് വേണ്ടിയല്ലേ? സിംഹങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കിനിയും സഞ്ചരിക്കാം. സിംഹങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. 2 3 അല്ലെങ്കിൽ 4 വലിയ ആൺസിംഹങ്ങളോ ബാക്കി മുഴുവൻ പെൺസിംഹങ്ങളോ ആയിരിക്കും ഒരു ഗ്രൂപ്പിലുള്ളത്. അതിനെ പ്രൈഡ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആൺസിംഹങ്ങളെയും നമുക്ക് ഈ ആഫ്രിക്കയിലെ വലിയ വനത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള സിംഹങ്ങളെയാണ് നമ്മൾ നോട്ടമിടേണ്ടതും വേട്ടയാടേണ്ടതും. കാരണം അവ ഒറ്റയാന്മാരെ പോലെയാണ്. അവയെ വേട്ടയാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലഹരി അത് മറ്റൊന്നിനെയും വേട്ടയാടുമ്പോൾ കിട്ടില്ല. ഒറ്റയ്ക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ധൈര്യം അല്പം കൂടുതലായിരിക്കും. ഏതെങ്കിലും ഒരു പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഓടിപ്പോയതോ ആയ സിംഹങ്ങളായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെയുള്ള സിംഹങ്ങളുള്ള ഏരിയയിലേക്ക് വേണം നമുക്ക് പോകാൻ.
അങ്ങനെയുള്ള കുറച്ച് സിംഹങ്ങളെ എനിക്കറിയാം. നമുക്ക് അവരുടെ അതിർത്തിയിലേക്ക് പോകാം. ഫ്രാൻസിസിന്റെ കൂട്ടാളികൾ പാചകം ചെയ്ത ഇറച്ചി കഷ്ണങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും നൽകി. അവിടുത്തെ ആളുകൾ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ കത്തുന്ന കണലിൽ ചുട്ടെടുക്കുന്നതും ഒരുതരം കിഴങ്ങുവർഗവും ഇതുപോലെ ചുട്ടെടുക്കുന്നതുമാണ് അവരുടെ ആഹാരം, പരമ്പരാഗതമായ ആഹാരം. അങ്ങനെയുള്ള ആഹാരമാണ് അവർക്കും നൽകിയത്. അവർ ആസ്വദിച്ചു തന്നെ അത് കഴിക്കുകയും പിന്നീട് അവരുടെ ക്യാമ്പിലേക്ക് പോകുകയും ചെയ്തു. അവർ ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഫ്രാൻസിസ് ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്ത് ഇതിന് ചുറ്റും ധാരാളം ആനകൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് പറയാതെ രാത്രിയിൽ പുറത്തേക്കൊന്നും പോകരുത്. നമ്മുടെ ഈ ടെൻറ്റിന് മുന്നിൽ കത്തിച്ചു വെച്ച ഈ തീയുടെ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ കാട്ടാനകൾ പൊതുവെ വരാറില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും ശബ്ദം കേട്ടാലും നിങ്ങൾ പുറത്തിറങ്ങുവാൻ നിൽക്കണ്ട. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ഫ്രാൻസിസും അയാളുടെ ടെൻറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. അയാൾ ഭയന്നതുപോലെ ഒന്നും അന്ന് രാത്രിയിൽ അവിടെ നടന്നില്ല. നേരം പുലർന്നു. ഫ്രാൻസിസും സംഘവും യാത്രയ്ക്ക് തയ്യാറെടുത്തു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട്, തൻ്റെ സഹായികളോട് ഫ്രാൻസിസ് പറഞ്ഞു, ആനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക. അവരുടെ കൂട്ടത്തിൻ്റെ ശല്യം വലുതായി ഉണ്ടാകുമെങ്കിൽ ക്യാമ്പ് ഇവിടെ നിന്നും മാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള തിരച്ചിലും തുടരുക. ഇത്രയും കാര്യം അവരെ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം ഫ്രാൻസിസും സ്മിത്തും ജോർജും ഫിലിപ്പും തൻ്റെ ജീപ്പിൽ കയറി യാത്ര തുടങ്ങി. ഇന്ന് രാത്രിയിലത്തെ ആഹാരത്തിന് വേണ്ടി മാനുകളെയോ മുയലുകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ ഇവർ വേട്ടയാടിക്കോളും, ഫ്രാൻസിസ് അവരോട് പറഞ്ഞു. കൊച്ചുമൃഗങ്ങളെയൊക്കെ വേട്ടയാടി ആഹാരത്തിന് തയ്യാറാക്കുന്നതിൽ അവർ മിടുക്കരാണ്. ഇതുവരെയും യാതൊരു മുട്ടും അവർ ഇതുവരെ വരുത്തിയിട്ടില്ല. എനിക്കവരെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ അവർ യാത്ര തുടർന്നു. ക്യാമ്പ് നിന്ന ഭാഗത്തു നിന്നും കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 10 മൈലുകൾക്കപ്പുറത്തേക്ക് അവർ ജീപ്പിൽ യാത്ര ചെയ്തു. പുല്ലുകൾ നിറഞ്ഞ ആ പ്രദേശത്തു കൂടി ജീപ്പ് പോകുമ്പോൾ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലാകെ വ്യാപിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറെ ദൂരത്തെ സഞ്ചാരത്തിന് ശേഷം ജീപ്പ് ഒരു മരത്തിൻ്റെ തണലിൽ വന്ന് നിന്നു. ജീപ്പ് അവിടെ സൈഡ് ഒതുക്കിയതിന് ശേഷം ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങി. സ്മിത്തിനോടും ജോർജിനോടും ഫിലിപ്പിനോടും ഒപ്പം ഇറങ്ങുവാൻ പറഞ്ഞു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകൾ എടുക്കുവാനും റീലോഡ് ചെയ്ത് സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് വെക്കുവാനും പറഞ്ഞു. ഈ ഭാഗത്താണ് ഞാൻ തലേന്ന് രാത്രിയിൽ പറഞ്ഞ ആ സിംഹമുള്ളത്. സാമാന്യം വലിപ്പമുള്ള സിംഹമാണ്. എന്നാൽ അവൻ്റെ മുഖത്ത് വലിയ നീളത്തിലുള്ള മുറിപ്പാടുകൾ കാണാൻ സാധിക്കും. ഏതോ സിംഹങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് പോരാട്ടത്തിൽ തോറ്റ് പിന്മാറി മുഖത്ത് വലിയ മുറിവുകളുമായി ഈ സ്ഥലത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് അവൻ താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് വേട്ടയാടുന്നത്. നമ്മൾ ഈ സിംഹത്തെയാണ് ഇന്ന് കൊല്ലാൻ പോകുന്നത്. സൂക്ഷിക്കണം, അവൻ അപകടകാരിയാണ്. ഒറ്റയ്ക്ക് ജീവിതം ഇവിടെ ആരംഭിച്ചിട്ട് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ ഈ ഏരിയയെപ്പറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായി ആ സിംഹത്തിനറിയാം. അവൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വേട്ടയാടുന്നത്. ഒരു ഗ്രൂപ്പിലായിരുന്നപ്പോൾ അവന് വേട്ടയാടേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും വന്നു കാണില്ല. കാരണം പെൺസിംഹങ്ങൾ കൂട്ടത്തോടെയാണല്ലോ വേട്ടയാടുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് വേട്ടയാടുന്നത്. അതുമല്ല, ശത്രുക്കൾ ഏതു സമയവും അവൻ്റെ ടെറിട്ടറിയിലേക്ക് കടന്നു വരാമെന്നും അവനെ ആക്രമിക്കാമെന്ന ബോധ്യവും അവനുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവർ ആ മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. അതിനുശേഷം ഫ്രാൻസിസ് ആ പുല്ലുകൾക്കിടയിലൂടെ മുന്നിലേക്ക് നടന്നു. അയാളെ പിൻപറ്റി സ്മിത്തും ജോർജും ഫിലിപ്പും. റൈഫിലുകളുടെ സേഫ്റ്റി ക്യാപ്പുകളെല്ലാം റിമൂവ് ചെയ്തിരുന്നു. ബ്രീച്ച് ലോഡർ റൈഫിലുകളായിരുന്നു ആ സമയം അവർ ഉപയോഗിച്ചിരുന്നത്. ഉച്ച കഴിയുന്നതുവരെയും ആ പ്രദേശങ്ങളിൽ അവർ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഫ്രാൻസിസ് പറഞ്ഞ ആ സിംഹത്തിൻ്റെ യാതൊരു തെളിവുകളോ അടയാളങ്ങളോ കണ്ടെത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. അങ്ങനെ അവസാനം ആ തെരച്ചിൽ അവർ അവസാനിപ്പിച്ചു. തിരികെ ജീപ്പ് കടന്ന ഭാഗത്തേക്ക് വരികയും ജീപ്പിൽ കയറി ക്യാമ്പിലേക്ക് പോകുകയും ചെയ്തു. ക്യാമ്പ് പഴയ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ സഹായികൾ അന്ന് രാത്രിയിൽ കഴിക്കുവാനുള്ള ആഹാരം തയ്യാറെടുക്കുന്നതിൻ്റെ തിരച്ചിലായിരുന്നു. അന്നത്തെ ദിവസവും കടന്നുപോയി. രാത്രിയിൽ ചർച്ച ചെയ്തത് ഈ വിഷയത്തെ പറ്റിയാണ്. ഫ്രാൻസിസ് പറഞ്ഞു, ഒരു ഗെയിം ഹണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും, ആഴ്ചകൾ, ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ചിലവഴിച്ചാൽ പോലും ഒരു ട്രോഫിയും കിട്ടിയില്ല എന്നും വരും. ഇതെല്ലാം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കളികളാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് വേണം ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുവാനും വരുവാനും. പിറ്റേന്ന് കാലത്തെ ഫ്രാൻസിസ് പറഞ്ഞു, നമുക്കിനിയും ആ ഭാഗത്തേക്ക് ഉച്ച കഴിഞ്ഞ ശേഷം പോകാം.
ഒരു പക്ഷേ ആ സിംഹം വിശ്രമിക്കുക നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ മരത്തിൻ്റെ തണലിലായിരിക്കാം. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ആ സിംഹം അവിടെ കടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ആ ഭാഗത്തേക്ക് ഇനിയും ജീപ്പിൽ പോകുന്നില്ല. 1 മൈലുകൾക്കിപ്പുറം ജീപ്പ് സൈഡാക്കിയിട്ട് നമുക്ക് നടന്നു വേണം അവിടേക്ക് പോകുവാൻ അയാൾ പറഞ്ഞു. അവർ 3 പേരും അതിന് സമ്മതവും മൂളി. അങ്ങനെ ഉച്ച കഴിഞ്ഞതോടെ അവർ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ടു. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1/4 മണിക്കൂറിന് ഉള്ളിൽ കൊണ്ട് തന്നെ ആ സ്ഥലത്ത് നിന്നും ഏകദേശം 1 മൈൽ മാറി അവരുടെ ജീപ്പ് നിർത്തി. പതിയെ അവർ പുറത്തിറങ്ങി. ആ സ്ഥലം ലക്ഷ്യമാക്കി അവർ നടന്നു. അങ്ങ് ദൂരെ നിന്നേ അവർക്ക് ആ വലിയ മരം കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പുല്ലുകൾക്കിടയിൽ നിൽക്കുന്ന ആ വലിയ മരം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ വലിയ മരം. അയാൾ പറഞ്ഞത് ശരിയാണ്. ഏതോ ഒരു ജീവി ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണ്. ഫ്രാൻസിസ് അവരെ കൈ കാണിച്ചു. 1 നിമിഷത്തേക്ക് നിൽക്കുവാൻ പറഞ്ഞു. തൻ്റെ കൈവശമുണ്ടായിരുന്ന ദൂരദർശിനി ഉപയോഗിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ജീവിയെ അയാൾ നോക്കി. അതെ, താൻ പറഞ്ഞതുപോലെ തന്നെ ആ സിംഹം ഇപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. അവർ ഓരോരുത്തരായി തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ബൈനോക്കുലറിലൂടെ ദൂരെ ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ആ സിംഹത്തെ നോക്കിക്കണ്ടു. അക്ഷരാർത്ഥത്തിൽ അവരുടെ മുഖങ്ങളിലെല്ലാം വിരിഞ്ഞത് സന്തോഷമാണ്. ഇനിയും കൃത്യമായി സൂക്ഷിച്ച് വേണം മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ, ഫ്രാൻസിസ് പറഞ്ഞു. അന്ന് ഞാൻ തലേന്ന് പറഞ്ഞ രാത്രിയിൽ സംഭവിച്ചതുപോലെ ഒരിക്കലും സംഭവിക്കരുത്. ആ സിംഹത്തിൻ്റെ ദേഹത്ത് വെടി കൊണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവനെ വിടരുത്. നമുക്കവൻ്റെ പിന്നാലെ സഞ്ചരിക്കണം. അവൻ എവിടെ പോയാലും അവനെ പിന്തുടർന്ന് കൊല്ലണം. അവൻ രക്ഷപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ഷോട്ട് കൃത്യമായി അവൻ്റെ ജീവൻ എടുക്കുവാൻ പോകുന്നതായിരിക്കണം. ഫ്രാൻസിസ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കാറ്റിൻ്റെ ഗതി പരിശോധിച്ചു. അവിടെ നിന്ന് സിംഹത്തിൻ്റെ അരികിലേക്ക് പോകുന്നതായിരുന്നില്ല കാറ്റ്. സിംഹത്തിൻ്റെ അരികിൽ നിന്നും അവർക്ക് നേരെ വീശിയടിക്കുന്ന രീതിയിലായിരുന്നു കാറ്റ്. കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവർ ആ സിംഹം കിടക്കുന്ന ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ പുല്ലുകൾ ആടിയും കുലുങ്ങിയ ഒരു ശീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. അതിനെ പിൻപറ്റിയാണ് അവർ മുന്നിലേക്ക് നടന്നു നീങ്ങിയത്. സിംഹവും അവരും തമ്മിലുള്ള ദൂരം ഏകദേശം 100 അടിയിൽ താഴെയായപ്പോൾ ഫ്രാൻസിസ് അവരോട് നിൽക്കുവാൻ പറഞ്ഞു. ഇനിയും ഒരുമിച്ച് പതിയെ മുന്നിലേക്ക് നീങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ നിർദ്ദേശപ്രകാരം സിംഹവും അവരും തമ്മിലുള്ള ദൂരം ഏകദേശം 50 അടിയിൽ താഴെയായി. അവർ മുട്ടിൽ താഴേക്കിരുന്നു. അവർ റൈഫിൾ എടുത്ത് ഒരുപോലെ തോളിലേക്ക് ഉയർത്തി വെച്ചു. ഫ്രാൻസിസ് പറഞ്ഞു, ഓരോരുത്തരും കൃത്യമായി അതിനെ ഷൂട്ട് ചെയ്യണം. ഒരാൾ അതിൻ്റെ തലയിലേക്ക് ലക്ഷ്യം വെക്കുക, മറ്റേയാൾ തോളിലേക്കും കഴുത്തിലേക്കും അതിൻ്റെ ഹൃദയത്തിലേക്കും. ഓരോ അടയാളങ്ങളും ഓരോ ഷോട്ട് ഉതിർക്കേണ്ട സ്ഥലങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാളുടെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുവാൻ പറഞ്ഞു. അയാൾ പറഞ്ഞതുപോലെ തന്നെ അവിടേക്ക് എത്തിയ ഓരോരുത്തരും തൻ്റെ തോക്ക് ഓരോരുത്തരടുത്ത് ചൂണ്ടി. സ്മിത്ത് ചൂണ്ടിയത് ആ സിംഹത്തിൻ്റെ തലയിലേക്കാണ്, ജോർജ് അതിൻ്റെ ഹൃദയത്തിലേക്കും, ഫിലിപ്സ് അതിൻ്റെ തോളും ശരീരവും തമ്മിൽ ചേരുന്ന ആ ഭാഗത്തേക്കും. ഫ്രാൻസിസും തൻ്റെ കൈവശം കൊണ്ടുവന്ന തോക്ക് റീലോഡ് ചെയ്ത് സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായാണ് നിൽക്കുന്നത്. അങ്ങനെ സമയം മുന്നിലേക്ക് പോയി. ഫ്രാൻസിസ് സിഗ്നൽ നൽകി. സ്മിത്തിൻ്റെയും ജോർജിൻ്റെയും ഫിലിപ്പിൻ്റെയും റൈഫിലുകൾ ഒരുമിച്ച് ശബ്ദിച്ചു. ആ സിംഹം ആ പുൽമേടിനെയും വലിയ സമതലത്തെയും ആ മരത്തെയും കിടുക്കിക്കൊണ്ട് തിരകൾ അതിൻ്റെ താഴെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സിംഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. സിംഹം ഒന്ന് ചാടുകയും ഒന്ന് പുളയുകയും ചെയ്തു. അവനൊന്ന് ഗർജിക്കുവാനോ മുരളുവാനോ പോലും കഴിഞ്ഞില്ല. അവൻ്റെ പൂർണ്ണമായും അനക്കം അവിടെ അവസാനിച്ചു. ഫ്രാൻസിസ് അവരെ അവിടെ നിർത്തിയതിനു ശേഷം അയാൾ തൻ്റെ ജീപ്പിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുകയും ജീപ്പ് എടുത്തുകൊണ്ട് ആ സിംഹം കിടന്ന ആ മരത്തിൻ്റെ താഴേക്ക് വരികയും ചെയ്തു. പിന്നീട് പതിയെ ആ സിംഹത്തെ അവർ എടുത്ത് ജീപ്പിൻ്റെ പുറയിലേക്ക് കടത്തി അവരുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി ഓടിച്ചു കൊണ്ടുപോയി. ക്യാമ്പിലെത്തിയപ്പോഴേക്കും അവിടെ ആഘോഷമായിരുന്നു. അന്ന് രാത്രിയിൽ അവർ കുടിച്ചു തീർത്ത മദ്യത്തിന് കയ്യും കണക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സിംഹത്തിൻ്റെ തല അവർ വെട്ടിയെടുക്കുകയും ട്രോഫിയായി തിരികെ കൊണ്ടുപോകുവാൻ തയ്യാറാക്കുകയും ചെയ്തു. അതുകൂടാതെ നല്ലൊരു തുക പാരിതോഷികമായി ഫ്രാൻസിസിന് നൽകുക കൂടി ചെയ്തു. അന്ന് രാത്രിയിൽ ഫ്രാൻസിസ് മാത്രമായിരുന്നു മദ്യം കഴിക്കാതെ ഇരുന്നത്. അയാൾ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അയാൾക്ക് നിയന്ത്രണം തെറ്റി മദ്യം സേവിക്കുവാൻ സാധിച്ചിരുന്നില്ല. അന്ന് രാത്രിയിൽ ഒരു സംഭവം അവരുടെ ക്യാമ്പിൽ അരങ്ങേറി. അയാൾ കൂടി മദ്യപിച്ചിരുന്നുവെങ്കിൽ അവരെ 4 പേരെയും പിന്നെ അവരുടെ സഹായികളെയും
ആ ദുരന്തം കവർന്നെടുത്തേനെ. അതെ, അവർ വിചാരിച്ചതുപോലെ തന്നെ, അത്രയും ദിവസം കരുതിയതുപോലെ തന്നെ അവിടെ നടന്നു. ഒരാന അവരുടെ ക്യാമ്പിനെ സന്ദർശിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ ഫ്രാൻസിസ് ആയിരുന്നു ക്യാമ്പിന് കാവൽ നിന്നിരുന്നത്. കാരണം അവിടേക്ക് എത്തിയ സ്മിത്തും ജോർജും ഫിലിപ്പും അവൻ്റെ സഹായികളെല്ലാം ആവോളം മദ്യപിച്ച് ക്യാമ്പിൽ കിടന്നുറങ്ങുകയാണ്. ക്യാമ്പിന് ആരെങ്കിലും കാവൽ നിന്നില്ലെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അയാൾക്ക് ഒരു പക്ഷേ അറിഞ്ഞിരിക്കാം. എന്തായാലും ഫ്രാൻസിസ് കണ്ടതുകൊണ്ട് മാത്രം ആനയുടെ കയ്യിൽ നിന്നും അവരുടെ അത്രയും പേരുടെ ജീവൻ രക്ഷിക്കുവാൻ അയാൾക്ക് സാധിച്ചു. അതുകൂടാതെ ഒരു ആനയുടെ ജീവനും അയാൾ എടുത്തു. ആ ഇരുട്ടിൽ അവിടേക്ക് കടന്നു കയറാൻ നോക്കിയ ആനയുടെ മസ്തകത്തിലേക്ക് ഫ്രാൻസിസ് നിറയൊഴിച്ചു. ആ വെടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ക്യാമ്പിൽ കിടന്നുറങ്ങിയവർ ഞെട്ടി. എന്താണെന്നറിഞ്ഞില്ല. അവർ ക്യാമ്പിന് പുറത്തേക്ക് ഓടിയെത്തി. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച ക്യാമ്പിൻ്റെ മുന്നിൽ ചത്തുകിടക്കുന്ന വലിയ നീളമുള്ള കൊമ്പുകളോട് കൂടിയ ഒരു കൊമ്പൻ്റെ ശരീരമാണ്. അക്ഷരാർത്ഥത്തിൽ സ്മിത്തും ജോർജും ഫിലിപ്പും ഞെട്ടി. ഒരു അത്ഭുതമാണെന്ന് അവർക്ക് തോന്നി. അതെ, ഫ്രാൻസിസ് വെറും ഒരു ഗൈഡ് മാത്രമല്ല, അയാൾ ഒരു ഗെയിം ഹണ്ടർ കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.